നമസ്കാരം. ഞങ്ങൾ ഇന്ന് സൺഡേ ആണല്ലോ, അപ്പോൾ സൺഡേ ആയതുകൊണ്ട് ഞങ്ങളിന്ന് മെറിൻ ചേച്ചിയും ശിവനയുടെ ഒരു കസിനാണ്. ഒരു അകന്ന കസിൻ എന്ന് പറയാൻ വേണമെങ്കിൽ, പക്ഷേ സെക്കൻഡ് കസിൻ, പക്ഷെ ഇപ്പോൾ വളരെ അടുത്തു. ഞങ്ങളിന്ന് ഞായറാഴ്ചയൊക്കെ ഞങ്ങളൊരു ചർച്ചിൽ വന്നിട്ടായിരുന്നു. ഒരു ഇംഗ്ലീഷ് വർഷിപ്പ് ചർച്ചായിരുന്നു. ഒരു 2 hours നമുക്ക് ആരാധിക്കാൻ വേണ്ടി ഇവിടെ ഞങ്ങൾ കടന്നു വന്നു. ഓൾമോസ്റ്റ് ചർച്ചെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് നമ്മുടെ കേരളീയ ഭക്ഷണം കിട്ടുന്ന ഒരു ഹോട്ടലിലേക്ക് കടന്നു പോവാണ്. അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ആണ്, വലിയ വീഡിയോ ഒന്നുമല്ല, ഒരു 15-20 മിനിറ്റ്സിനുള്ളിൽ വരാവുന്ന ഒരു ചെറിയ വീഡിയോ. അപ്പോൾ പലരും അവരോടനായിട്ട് നിൽക്കുന്ന കാരണം എല്ലാവരും ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. പോകുന്ന വഴിയിലും യാത്രയിൽ ഞാൻ എല്ലാവരെയും കാണിച്ചു തരാം. അപ്പോൾ വെൽക്കം ടു ട്രാവൽ. ഇന്നത്തെ ആരാധന മൊത്തം ഒരു സ്കൂളിലായിരുന്നു. ഒരു സ്കൂളാണ്. ഒരു പ്രത്യേക ഭംഗി തോന്നിയപ്പോൾ ഞാൻ അവിടുത്തെ കാര്യങ്ങളും കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ തോന്നി. അങ്ങനെ എടുക്കുന്ന ഈ വീഡിയോ നമുക്ക് അധികമൊന്നും കവർ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് അങ്ങോട്ടേക്കൊക്കെ പോവുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇത് പല പല ക്ലാസ് റൂംസാണ്. ഇവിടെ പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്കിങ്ങനെ വീഡിയോസ് എടുക്കാമല്ലോ. അങ്ങനെ നല്ല ഭംഗിയുണ്ടാണ് ഇവിടെയൊക്കെ, അതുകൊണ്ട് ഞാൻ വീഡിയോസ് എടുക്കുന്നത്. ഇതാ നല്ല നല്ല അടിപൊളി ഒരു സ്കൂളാണ്. ഇത് പിള്ളേർക്കുള്ള എന്താ ലോക്കേഴ്സൊക്കെയാണ് തോന്നുന്നു വെച്ചിരിക്കുന്നത്. ഇതിനകത്തായിരുന്നു ഞങ്ങൾക്ക് ഇന്ന് ആരാധനയും കാര്യങ്ങളൊക്കെ. ഇവരൊരു ചെറിയൊരു മിനി ഓഡിറ്റോറിയം ഉണ്ടായിരുന്നു, അതിനകത്തായിരുന്നു. ഓക്കെ, കേരള ഹട്ട് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു വൺ ഓഫ് ദി ഫേമസ് റെസ്റ്റോറൻ്റ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഇതിനകത്ത് നിന്ന് ഫുഡ് കഴിക്കാൻ പോവാണ്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞറിഞ്ഞ കേട്ടോ ഈ കേരള ഹട്ടിനെ പറ്റിയിട്ട്. അപ്പോൾ നമുക്ക് കയറി നോക്കാൻ മതി. ആനപ്പട്ടൊക്കെ വെച്ചിട്ടുണ്ട് ഉള്ളിൽ. നമ്മുടെ പള്ളിയിലെ വാതിൽ പോലെ ഉണ്ടല്ലേ കാണുമ്പോൾ. നോക്കാം. ഇതാണ് ഹോട്ടൽ. സ്ഥലം ഉണ്ടായിരിക്കാന്നൊക്കെ നമുക്ക്, പക്ഷെ ഇപ്പോൾ അത്ര ക്രൗഡഡ് ആയിട്ടില്ല. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങളിവിടെ കേരള ഹട്ടിൽ വന്നിരിക്കുകയാണ്. ഞങ്ങളെ കുറച്ചധികം ആൾക്കാരുണ്ട്. ഞങ്ങൾ ചർച്ച കഴിഞ്ഞ് ഞങ്ങൾ ഇന്നലെ കുറച്ച് ഫാമിലീസ് ഞങ്ങൾ വീട്ടിൽ വെച്ച് പരിചയപ്പെട്ടിരുന്നു. അപ്പോൾ അവരൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ ഫുഡ് കഴിക്കാൻ വന്നിരുന്നത്. ഞാൻ ഓരോരുത്തരും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അച്ഛാ പറയോ? ഇല്ലില്ല, അച്ഛൻ പറഞ്ഞാൽ മതി. ഇത് ഞാൻ നേരത്തെ നമ്മൾ വീഡിയോ ഇൻട്രോ എടുക്കുമ്പോൾ കാണിച്ചു തന്ന ശിവനാണ്. ചേട്ടാ ഇവിടെ എന്ത് ചെയ്യണേ? ഹസ്ബൻഡ് ഇവിടെ റോയൽ മെയിലിൽ വർക്ക് ചെയ്യാണ്. അച്ഛൻ ഇവിടെ എത്ര വർഷമായി അച്ഛാ? 12 വർഷമായി. ഓക്കെ. അച്ഛൻ്റെ വൈഫാണ് മെറിൻ ചേച്ചി. മെറിൻ ചേച്ചി ഇവിടെ ഒരു നേഴ്സാണ്. മെറിൻ ചേച്ചിയും സ്വീറ്റും സ്റ്റെഫിൻ ചേച്ചി തമ്മിലാണ് അവരെ റിലേഷൻ. അപ്പോൾ മെറിൻ ചേച്ചിൻ്റെ കൊച്ചു മോളാണത്. ഇവൾക്ക് എത്ര മാസം ചേച്ചി? 7 മാസം പ്രായമാണ്. ഇവാന എന്നാണ് പേര്. ഓക്കെ. Then class 7. Okay. Are you nervous? No. ചേച്ചി എന്തൊരു വിശേഷം? സുഖമായിരിക്കുന്നു. ചേച്ചി നല്ലൊരു ഞായറാഴ്ച അല്ലേ? ചേച്ചി ഇവിടെ എത്ര വർഷം ചേച്ചി? 20 വർഷമായി. ചേച്ചി ഇവിടെ നഴ്സായിട്ട് വർക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത് ചേച്ചിയുടെ ഹസ്ബൻഡാണ്. പേരെന്തായിരുന്നു? ജോൺസൺ. ഓക്കെ. ഇന്നലെ ഞങ്ങൾക്കൊരു ചെറിയൊരു പ്രയർ മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരെ കാണാനും സംസാരിക്കാനൊക്കെ ഇടയായി. വളരെ സന്തോഷം. ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റിയില്ല. ഞങ്ങൾ നാളെ ഇവിടെ തിരിച്ചു പോകും. അപ്പോൾ ഈ ഒരു ഗെറ്റ് ടുഗദർ എന്നും ഒരു ഓർമ്മയായിട്ടിരിക്കട്ടെ അല്ലേ? തീർച്ചയായിട്ടും ചെയ്യാം. പിന്നെ ഇവരെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇത് എൻ്റെ ഭാര്യ, അത് ചേച്ചി ജീജു. പിന്നെ അവിടെ രണ്ടുപേരും നല്ല കളിയിലാണ്.
ഞാൻ ഇവിടെ വേറെ കാര്യം ശ്രദ്ധിച്ചത്, ഇപ്പം നമുക്കിവിടെ വലിയ പ്രൈസൊന്നുമില്ല കേട്ടോ. നമുക്കിവിടെ ഇത് കണ്ടോ, ചട്ടിച്ചോറ്, അതിൽ കിഴി പൊറാട്ട, പൊതിച്ചോറ്, ഇതിനൊക്കെ ജസ്റ്റ് ഒരു 11 പൗണ്ട് 10 പൗണ്ടൊക്കെ റേറ്റ് ഉള്ളൂ. കപ്പ ബിരിയാണി ഉണ്ടോ? ഞാൻ നല്ല കത്തിയാവെന്ന് വിചാരിച്ചു, പക്ഷെ സംഭവം കത്തിയില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ചട്ടിച്ചോറ് വന്നു. ഓരോരുത്തരുടെ കിഴിപ്പൊറോട്ട അല്ല, കിഴിപ്പൊറോട്ട ആരാ പറഞ്ഞേ? അല്ല, ഇതാണ് കിഴിപ്പൊറോട്ട. ചേച്ചൻ പറഞ്ഞതാടാ. പിന്നെ ചട്ടി ദം പൊറോട്ട. ഇത് പാൽപ്പൊറോട്ട. ഇത് പാൽപ്പൊറോട്ട. ഇത് നമ്മുടെ പൊറോട്ട. എൻ്റെ കർത്താവേ, എന്താ കൂട്ടാ? ഇതാണ് ചട്ടിച്ചോറ്. ആ പപ്പടം മാറ്റടാ. അതിനകത്ത് മീൻ, കോഴിയുടെ കാലല്ലേ. അടിപൊളി. ഓക്കെ, പൊറോട്ട. ഇത് ചട്ടി ദം പൊറാട്ടയാണ്. ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാൻ പോണേ. എനിക്ക് എങ്ങനെയുണ്ട് നോക്കാം. ഇതിനകത്ത് ബീഫുണ്ട്, ചിക്കനുണ്ട്, പിന്നെ എഗ് ഉണ്ട്. ഇതാണ് ചട്ടി ദം പൊറാട്ട. പൊറോട്ട കൈ വെച്ചല്ലേ, സ്പൂൺ വെച്ച്. അച്ഛാ കൈ കൊണ്ട് കഴിച്ചു വെച്ചാ, ഒന്നും നോക്കണ്ട. ഇവിടെ ഫുള്ളും മലയാളികളാ, ഇംഗ്ലീഷുകാരും ഇല്ല. ഇതൊരു രക്ഷയില്ല കേട്ടോ. അതോ അടിപൊളി സാധനമാണ് ഈ സാധനം. ഞാൻ ആദ്യമായിട്ട് എന്ത് ചട്ടി ദം പൊറാട്ട. ചിക്കനൊക്കെ ഫ്രൈ ചെയ്തിട്ടുണ്ട്, ബീഫുണ്ട് ഇതിനകത്ത്. മക്കളെ, എൻ്റെ സാധനം ഞാൻ കാലിയാക്കി. ഇതിവിടെ സ്വീറ്റിക്ക് മതി എന്നിട്ട് അതിൻ്റെ സ്വീറ്റിയുടെ ചോറ് ഞാൻ തിന്നുകൊണ്ടിരിക്കുക. അത് ഒരു ഒന്നൊന്നര സംഭവം കേട്ടോ. നിങ്ങൾ ഇവിടെ വന്ന് ട്രൈ ചെയ്യണമെന്ന് ഞാൻ തീർച്ചയായിട്ടും പറയും. റീസണബിൾ റേറ്റാണ്. പിന്നെ വലിയ റേറ്റൊന്നും പറയാനില്ല. നമുക്ക് ചട്ടിച്ചോറൊക്കെ ആണെങ്കിൽ 11 പൗണ്ട് 10 പൗണ്ടൊക്കെ ഉള്ളൂ. അടിപൊളി ഫുഡാണ് അല്ലേ ചേച്ചി? നല്ല അടിപൊളി ഫുഡായല്ലേ? ഇവർ മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്. ഇവരൊക്കെ മുന്നേ ഇവിടെ വന്ന് ടേസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. കാരണം ഇവിടെ ചേച്ചി സംശയം പറഞ്ഞിരുന്നു, അത്ര നന്നാവില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ നല്ല, നിങ്ങൾ കഴിച്ചേക്കാളും കുറച്ചുകൂടി നന്നായി തോന്നുന്നുണ്ടോ ഇന്നത്തെ ദിവസം? മുന്നേ കഴിച്ചിട്ടില്ല? ഓ യാ. എൻ്റെ ഞങ്ങൾ കോവൻട്രിയിൽ ഒരു ഫ്രണ്ട് ഉണ്ട്. പുള്ളിക്കാർ ഇവിടെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അവരിവിടെ വന്ന് കഴിച്ചിട്ടുള്ള അനുഭവം പറഞ്ഞിരുന്നു, നല്ലതാണെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഇല്ല, ഇവിടെ അച്ഛൻ ക്ഷീണിച്ചിരിക്കുക. എന്താ ചേച്ചി പറഞ്ഞേ? നല്ല സർവീസ് അവരുടെ. ഇതൊരു പൈനാപ്പിൾ ജ്യൂസ് അവസാനം. അല്ല, പൈനാപ്പിൾ ജ്യൂസ് അതാണ്. ഇത് ലൈമ്. സൂപ്പർ അല്ലേ ചേച്ചി? അത് പിള്ളേരുടെ ഫുഡാട്ടോ ബാക്കി വെച്ചാണ്. അവർ രണ്ടുപേരും കഴിച്ചിട്ടില്ല. അതവിടെ ഐസ്ക്രീം നോക്കിയിരിക്കുക. ഒരാൾ ജ്യൂസ്, ഒരാൾ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുക. വർത്താനം പറയാൻ വയ്യ. അതൊരു ഫുഡെല്ലാം കഴിഞ്ഞ് കുറച്ച് നിൽക്കുക, കുറച്ച് ഇരിക്കുക. ഇവിടെ നല്ല തിരക്കാന്നാണ് പറഞ്ഞത്. 2 മണിക്ക് ശേഷം നല്ല തിരക്കാന്നാണ് പറഞ്ഞു. ഇവിടെ ഞങ്ങൾ 2 മണിക്ക് മുന്നേ ഇവിടെ വന്നു. ഇപ്പം തന്നെ നല്ല തിരക്കായി തുടങ്ങിയിട്ട്. നമുക്ക് അധികം സീറ്റിംഗ് കപ്പാസിറ്റി ഒന്നും ഇല്ല. പിന്നെ നമുക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്ത് വരാം. ബുക്ക് ചെയ്ത നേരത്തെ നമുക്ക് ഇവിടെ വന്ന് നമുക്ക് നമ്മുടെ ഇപ്പോൾ നിങ്ങൾ ഒരു അധികം ആൾക്കാരുണ്ടെങ്കിൽ അവർ ടേബിൾ നോക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത് തരും. ഫുഡ് ഒരു അടിപൊളി ഒരു കേരളീയൻ ഫുഡ് തന്നെ കേട്ടോ. ഞങ്ങൾ പല സ്ഥലങ്ങളും പോയിട്ട് ഇങ്ങനെ കേരള ഫുഡൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് അങ്ങനെ കേരളീയനായിട്ടുള്ളൊരു ടേസ്റ്റൊന്നും എവിടെയും കിട്ടിയിട്ടില്ല. പക്ഷെ ഇവിടെ നല്ല അടിപൊളി നല്ല ഫുഡ് നമുക്ക് കിട്ടി. നല്ല, എനിക്ക് ശരിക്കും തൃപ്തിയായി എന്ന് പറയാം. ഈ ചട്ടിച്ചോറൊക്കെ കഴിച്ചപ്പോൾ നല്ല അല്ലേ, നല്ല അടിപൊളിയായിരുന്നു. സ്വീറ്റിയുടെ കുറച്ച് ബാക്കി ഞാനും കഴിച്ചാൽ തന്നെ അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ലാത്ത പോലെ ഞാൻ ഇരിക്കുന്നത്. അവസാനം ഒരു ലൈം ജ്യൂസ് കുടിക്കുക. ഇത് കഴിഞ്ഞ് ഞങ്ങളിനി വേറൊരു സ്ഥലം പോകുന്നുണ്ട്. അതിപ്പോൾ ഓപ്പൺ ആണോ അല്ലയെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. കാഴ്ചകളും വിശേഷങ്ങളും കാണാം പിന്നീട്. ഞങ്ങളങ്ങനെ ഭക്ഷണമെല്ലാം അവിടെ നിന്ന് കഴിച്ചു. ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി
അപ്പോൾ ഞങ്ങളെല്ലാവരും വീടുകളിലേക്ക് പോകണമെന്നാണ് തീരുമാനിച്ചത്. പിന്നെ ഈ ഒരു സ്ഥലത്തെ പറ്റി അവിടെ പറയാനിടയായി, ഈ ഒരു വ്യക്തിയെ പറ്റി അവിടെ പറയാനിടയായി. അപ്പോൾ ഇത്രയും ദൂരം ഞങ്ങൾ വന്നിട്ട് ആ ഒരു സ്ഥലത്ത് പോയില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടമാകുമെന്ന് ഞങ്ങൾക്ക് തോന്നി. അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കടന്നു വന്നത്. ഒരു ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന രാജ്യമാണല്ലോ യുണൈറ്റഡ് കിങ്ഡം. അപ്പോൾ കാഴ്ചകളും വിശേഷങ്ങളും എന്താണ് ആ ചരിത്രം എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയാം, വിവരിക്കാം. ഇംഗ്ലീഷ് മിഷണറിയും വിദ്യാഭ്യാസ പ്രവർത്തനവുമായിരുന്നു വില്യം കാരി. ഓഗസ്റ്റ് 17, 1761 ജനനം. പ്രൊട്ടസ്റ്റന്റ് സഭകളുടെ പിതാവ് എന്നതിലുപരി 19-ാം നൂറ്റാണ്ടിൽ ഭാരതത്തിലെ നവോത്ഥാനത്തിന് രൂപം നൽകിയവരിൽ വില്യം കാരിയുടെ പങ്ക് നിസ്തുലമാണ്. ഇംഗ്ലണ്ടിലെ പോൾസ്ബറി ഗ്രാമത്തിലെ ഒരു നെയ്ത്തുകാരൻ്റെ മകനായിരുന്നു വില്യം കാരി. നന്നേ ചെറുപ്പത്തിൽ തന്നെ സസ്യശാസ്ത്രത്തിൽ ആകർഷകനായ വില്യം കാരി ഭാഷാ പഠനത്തിലും അതീവ താല്പര്യം കാണിച്ചു പോന്നു. 1782 അദ്ദേഹം ബാപ്റ്റിസ്റ്റ് മിഷണറിയായി പ്രവർത്തനം ആരംഭിച്ചു. അങ്ങനെ 1793 ബംഗാളിലേക്ക് വില്യം കാരിയും കുടുംബവും കപ്പൽ കയറി. That he made for this employee, and he'd come back with rolls of leather under his arms, ready to make the next batch of boots. But you know, he still wasn't earning very much money, I'm afraid. This man got up. ബംഗാളിലെ ജീവിതവുമായി അടുത്ത ഇടപഴകിയ വില്യം കാരി ആദ്യമായി ചെറിയ ബംഗാളി നിഘണ്ടുവും ബൈബിളിൻ്റെ 4 ഭാഗങ്ങളും തർജ്ജമ ചെയ്ത് ഇംഗ്ലണ്ടിലേക്ക് അയച്ചു. പ്രതികരണം ആശാവഹമായിരുന്നില്ലെങ്കിലും വില്യം കാരി തൻ്റെ പരിശ്രമം അശ്രാന്തം തുടർന്നു പോന്നു. And he wrote this letter saying how delighted he was to hear of the safe arrival of their. Do tell me what you called our dear little child, he says. And he chats about all sorts of things. And this is actually a copy of a treasure that we've got in the museum, which is the original letter that he sent to her. And it was all folded up like this. And if you're interested, I've got some. We'll come and join you in a minute. So this was the area. Can you open it? Yeah. So when Carey came here, the church, the meeting house was here, not quite as far as that wall. He had to push the wall out a bit further because more people were trying
he rebuilt it that dimension square. 1815 1825 കാലത്ത് ബംഗാളി ഇംഗ്ലീഷ് ഭാഷാ നിഘണ്ടു 2 ക്വാർട്ടോ വാല്യങ്ങളായി പ്രസിദ്ധീകരിക്കപ്പെട്ടു. സസ്യശാസ്ത്രത്തിന് അദ്ദേഹം നൽകിയ സംഭാവന കണക്കിലെടുത്ത് ചില സസ്യങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ നാമം നൽകുകയുണ്ടായി. Yes, we often get visitors from his family, you know. Oh, right. Family members. So all over stayed in India? All over the world. There's one in South Africa who I'm in touch with, and New Zealand, Australia. Anybody missionaries? Not in the present generation, I don't think, although his children became missionaries. Some of them, anyway. So he can topple over. But he would sit at one end of it like this, and this was his workbench, and this was his pledge. And people who were shoemakers have told me that he would have put this between his knees like this, so that he had 2 hands free for working on the shoe. You see? So that's called a pledge. and So that has been used by him? Oh yes. Oh, right, okay. Oh yes. Yes, it's his. And that And podium? this pulpit is what he would have used to preach from, although once upon a time it was twice as high as this, and it would have had steps up to it. But this is what's left of it, and it does look a bit old, doesn't it? But we often get Americans in particular who love to come here and have this photo. This was Carey's Troas. Do you know Troas, where Paul had a vision or a dream of men from Macedonia saying, "Come over and help us"? And it was as if the world was talking to him in this cottage, through his map, through his globe. And let me show you what's in here, because that's the original. Let me just get it. I'll get it out. So that is the precious letter. That's the original letter. And you can see all the fold lines, can't you, where it was all folded up. But that's his letter to Dorothy. That's the original hand. Yeah, this is the original. Yeah. And I think, he taught her to read and write in this cottage. I think he must have done a good job if she could read that. Because I can't read it very easily. These are all his writings. Yes, this is his handwriting. He drew the church into a covenant when he became the minister of the church. I think that's what he's in Bengali. Yes, a Bengali. Yes, and this is Bengali too. Yeah, and a postage stamp that India issued for the 200 years since he'd arrived in India. I think he was fairly well adopted by India, really. So this is a minute book that he actually drew the church here into a covenant which everyone had to sign. And this is his inquiry. The book that he wrote, he started writing it here, and he put a lot of He put a lot of information from his map in here, lots of statistics, numbers and things like that he put in this book. And it's got a wonderfully long title. It's called An Inquiry into the Obligations of Christians to Use Means for the Conversion of the Heathens, in which the religious state of the different nations of the world, the success of former undertakings, and the practicability of further undertakings are considered. Fancy asking for that in a library. This looks like a proposal for a research study. Yes, lovely, thank you. And there's the wonderful Hannah Marshman, who I was telling you about, married to that man there. Joshua And this is John Thomas, who was a bit unpredictable, a bit unreliable, but he had a good heart. And that's William Ward, who printed all Carey's translations for him. And I would like to think I might be related to him, because he was a member of the church where I grew up as a child in Derby. And my maternal grandmother was a Ward and a Baptist in Derby. So I'm sure there must be some connection.
Well, wishful. I am. So that was a good story, wasn't it? Yeah. And do you know that he had a most wonderful plums? Do you ever eat plums? He took a little plum stone in his pocket on that boat and planted it when he got there. And perhaps he carried it round in a little plant pot, you know, when he moved house. And it eventually became a big tree, and it's come back here as a bookcase. And let me tell you what else was under sack one day, children, because one day he was always begging for seeds. One day somebody in this country sent him a sack full of seeds, and they were all neatly wrapped up in brown paper and tied with string, and they got their names written on them, sometimes in Latin, and you know he could read Latin. And when he'd taken them all out, he was so delighted to get all these wonderful seeds to plant in his garden. And then right at the bottom there were a few seeds that were a bit loose, and do you know what he did with them? He took this sack to a spare piece of ground, and he shook the sack over the ground, and he came back a few days later, and guess what was growing there? Bellis perennis. English daisies. Like you picked a little while ago. And he thought he'd never seen anything so beautiful. ഹോട്ടലിലിരിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ വന്ന ചേച്ചി പറഞ്ഞു നമുക്ക് ഇങ്ങനെ സ്ഥലത്തേക്ക് പോയാലോ, അതൊരു പ്രത്യേക ഒരു അനുഭവമായിരിക്കും. അപ്പോൾ ഞങ്ങൾ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു 3:30 വരാണെങ്കിൽ ഞങ്ങൾ തുറന്ന് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് കറക്റ്റ് 3:30 ആയപ്പോൾ പുള്ളിക്കാരി വന്നു, തുറന്ന് കാണിച്ചു തന്നു. ഐ എം സോ ഹാപ്പി. 9 ജൂൺ 1834 അദ്ദേഹത്തിൻ്റെ മരണം. ഒത്തിരി ഞങ്ങളെ ചിന്തിപ്പിച്ച ഒരു വ്യക്തിത്വമാണ് വില്യം ക്യാരി. യാത്ര പറഞ്ഞു മടങ്ങുമ്പോൾ ഒരു ഡയറി ഞങ്ങൾക്ക് എഴുതാൻ തന്നു. നോക്കിയപ്പോൾ അവിടെ വന്നു പോയവരുടെ പേരും മേൽവിലാസവും ഒക്കെ ആയിരുന്നു. ഒരു കാര്യം അതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, ധാരാളം ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് ഈ മെമ്മോറിയൽ ചർച്ച്. അടുത്ത ഒരു നല്ല വീഡിയോ ആയി കാണും വരേക്കും നന്ദി, നമസ്കാരം.